ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ്. അതായത് പ്രോഗ്രാമിങ്ങിൽ മെയിനായിട്ടും രണ്ട് ടൈപ്പ് മോഡൽ ഓഫ് പ്രോഗ്രാമിംഗ് ആണുള്ളത്. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോഗ്രാംസ് എല്ലാം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അതായത് അവിടെ പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് ഒരു പ്രോഗ്രാമിന് ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സബ് റൂട്ടീൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അവിടെ പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെങ്കിൽ റൂട്ടീൻസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിൽ പറയുന്നത് ഒബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് നോർമലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് റിയൽ വേൾഡിലുള്ള കാര്യം അതുപോലെ കമ്പ്യൂട്ടറിനകത്തോട്ട് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വേർഡ് പോലെ തന്നെ ഇതിനകത്ത് ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിം ആപ്ലിക്കേഷൻസ് നിങ്ങൾ കളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ EA സ്പോർട്സിൻ്റെ ഫിഫ ഗെയിം അല്ലെങ്കിൽ NFSൻ്റെ കാർ റേസിങ്, ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ റിയൽ വേൾഡിലുള്ള ആ കാര്യങ്ങളെ അതേപോലെ കമ്പ്യൂട്ടറിനകത്തോട്ട് സിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു കാറ് അല്ലെങ്കിൽ EA സ്പോർട്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ അവിടെ ഈ കാറും ഫുട്ബോൾ പ്ലെയറും എല്ലാം ഒബ്ജക്ട്സ് ആണ്. ആ ഒബ്ജക്റ്റിനെ കമ്പ്യൂട്ടറിനകത്തോട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് വരുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് എന്തൊക്കെയാണോ അതുപോലെ ആ ഒബ്ജക്റ്റ് എന്തെല്ലാം കാര്യങ്ങൾ റിയൽ വേൾഡിൽ ചെയ്യും, ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് പ്രോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിനകത്തോട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് മെത്തേഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ ഒരു കോംപ്ലക്സ് പ്രോഗ്രാം അല്ലെങ്കിൽ കോംപ്ലക്സ് ടാസ്ക് ഡിഫറെൻറ്റ് സബ് ഫംഗ്ഷനാക്കി ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് സബ് ഫംഗ്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ റൂട്ടീൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങളൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്കകത്തുള്ള എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ എംപ്ലോയി എന്നുള്ളതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. ആ എംപ്ലോയി എന്നുള്ള ഒബ്ജക്റ്റിന് ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് ആണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ആ ഒബ്ജക്റ്റ് ഒരു എംപ്ലോയിക്ക് ഒരു എംപ്ലോയി ID ഉണ്ടായിരിക്കും, അതുപോലെ എംപ്ലോയിക്ക് ഒരു ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കും, ദെൻ എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ആ എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതേപോലെ എംപ്ലോയിക്ക് ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ആ എംപ്ലോയി റിയൽ വേൾഡിൽ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പെരുമാറുന്നു അല്ലെങ്കിൽ എന്തെല്ലാം ഫങ്ഷണാലിറ്റി ആ എംപ്ലോയി ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ആട്രിബ്യൂട്ട്സും ബിഹേവിയറും, അതാണ് ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും നമുക്ക് പ്രോഗ്രാമിനകത്തോട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രോഗ്രാം യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾ വേരിയബിൾസ്, സാധാരണ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുക. ബിഹേവിയറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഫങ്ഷണാലിറ്റിയാണ് യൂസ് ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർ റേസിങ്ങിൻ്റെ കേസിൽ കാർ എന്നുള്ളൊരു ഒബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക കാറിൻ്റെ മോഡൽ നെയിം, ദെൻ കാറിൻ്റെ പ്രൈസ്, നമ്പർ ഓഫ് ടയേഴ്സ്, ദെൻ കാറിൻ്റെ കളറ്, ഓണർ നെയിം, ഇതൊക്കെ കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതൊക്കെ നമുക്കൊരു വേരിയബിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി കാറിൻ്റെ ഫങ്ഷണാലിറ്റി നോക്കുകയാണെങ്കിൽ മൂവ് ഫോർവേഡ്, അതായത് കാറ് റിയൽ വേൾഡിൽ ചെയ്യുന്നൊരു കാര്യമാണ് മുന്നോട്ട് മൂവ് ചെയ്യുക. ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, ഇതെല്ലാം ആക്ടിവിറ്റീസ് ആണ്, കാറ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ മൂവ് ഫോർവേഡ് അല്ലെങ്കിൽ ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് കാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് നോർമലി നിങ്ങൾ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻ ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഒരു പ്രോഗ്രാമിനകത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് സ്ലൈഡിലോട്ട് കടക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടും രണ്ട് പ്രോഗ്രാമിംഗ് മോഡൽസ് ആണുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മോഡലുണ്ട്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മോഡലുണ്ട്.
പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മോഡൽസിന് എക്സാമ്പിൾ ആണ് സി പ്രോഗ്രാമിംഗ്, ഫോർട്രാൻ, വിഷ്വൽ ബേസിക് പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മോഡൽസിന് എക്സാമ്പിൾസ് ആണ് പൈത്തൺ, ജാവ, അതുപോലെ സി ഷാർപ്പ്, C++. ഇതെല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതായത് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റിയൽ വേൾഡിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ കൺസെപ്റ്റിനെ കമ്പ്യൂട്ടറിനകത്തോട്ട് അതേപോലെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊസീജിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗും ചെയ്യാം, അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലുള്ള പ്രോഗ്രാമിംഗും ഇംപ്ലിമെന്റ് ചെയ്യാം. ഹിയർ ദ പ്രോഗ്രാംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഡെഫിനിഷൻസ് ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻസ്. അതായത് പ്രോഗ്രാമിനകത്ത് മെയിനായിട്ടും ഒബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന് രണ്ട് കാര്യമാണ് മെയിനായിട്ട് വരിക. ആ ഒബ്ജക്റ്റിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, ബിഹേവിയർ ഉണ്ടായിരിക്കും. ആട്രിബ്യൂട്ട്സ് നോർമലി നമ്മൾ വേരിയബിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി, ഒരു കമ്പനിക്കകത്തുള്ള എംപ്ലോയിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയിക്ക് നെയിം ഉണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്, അതുപോലെ സാലറി ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളെ നമുക്കൊരു വേരിയബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നെയിം ഈക്വൽ ടു സംതിങ്, ഏജ് ഈക്വൽ ടു സം വാല്യൂ, അങ്ങനെ നമുക്ക് വേരിയബിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ എംപ്ലോയി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിന്റ് ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം, അത് എംപ്ലോയി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയിയുടെ ബിഹേവിയർ ആണ്. എംപ്ലോയി എങ്ങനെ പെരുമാറുന്നു എന്നുള്ള, റിയൽ വേൾഡിലെ എംപ്ലോയി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അത് നോർമലി നമ്മൾ ഫംഗ്ഷൻ ആക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഹിയർ ദ മോസ്റ്റ് ഓഫ് ദി കമ്പ്യൂട്ടേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഓപ്പറേഷൻസ് ഓൺ ഒബ്ജക്ട്സ്. നേരത്തെ നമ്മൾ പ്രൊസീജിയർ ഓറിയന്റഡ് കൺസെപ്റ്റിൽ പറഞ്ഞപ്പോൾ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് റൂട്ടീൻസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഫംഗ്ഷൻസ് കോൾ ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക. സോ ഈച്ച് ഒബ്ജക്ട് ഡെഫിനിഷൻ കറസ്പോണ്ട്സ് ടു സം ഒബ്ജക്ട് ഓർ കൺസെപ്റ്റ്സ് ഇൻ ദി റിയൽ വേൾഡ്. റിയൽ വേൾഡിലുള്ള കാര്യം അതേപോലെ കമ്പ്യൂട്ടറിനകത്തോട്ട് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഇന്ന് ഡെഫിനിഷൻ ഫോർ ക്ലാസ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിലുള്ള എന്ത് കാര്യവും നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് ഉള്ള ഏത് കാര്യത്തിനും നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഒരു ഒബ്ജക്റ്റ് ആണ്, പെൻ ഒരു ഒബ്ജക്റ്റ് ആണ്, ബുക്ക് ഒരു ഒബ്ജക്റ്റ് ആണ്, സ്റ്റുഡന്റ് ഒരു ഒബ്ജക്റ്റ് ആണ്, അങ്ങനെ ഡിഫറെന്റ് ഒബ്ജക്ട്സ്. ഇനി ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും വരുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ എന്നുള്ളൊരു ക്ലാസ്, വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റുഡന്റ് എന്നുള്ളൊരു ക്ലാസ്, അതിനകത്ത് വരുന്നതാണ് ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റ്. അല്ലെങ്കിൽ മൊബൈൽ എന്നുള്ളൊരു ക്ലാസ്, അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊബൈൽസ് വരാം. ഓരോ മൊബൈലും ഓരോ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ എ ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ്. കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയാൻ കാരണം ഈ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ക്ലാസിന്റെ ഡെഫിനിഷനെ നമുക്ക് ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാൻ പറ്റും. ബ്ലൂ പ്രിന്റ് അതായത് അച്ച്, അതായത് ഈ ബ്ലൂ പ്രിന്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയാൻ കാരണം ആ ഒരു ഒബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയിയുടെ കേസിൽ എംപ്ലോയിയുടെ നെയിം ഒരു സ്ട്രിംഗ് ആയിട്ടുള്ള ടൈപ്പാണ്, എംപ്ലോയിയുടെ സാലറി 14 പോയിന്റ് ടൈപ്പാണ്, എംപ്ലോയിയുടെ ഏജ് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആകാം. സോ ഹിയർ ഫോർ എക്സാമ്പിൾ എ പോയിന്റ് ഈസ് ടു നമ്പേഴ്സ് ദാറ്റ് ആർ ട്രീറ്റഡ് കളക്റ്റീവ്ലി ആസ് എ സിംഗിൾ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റിന് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പം നിങ്ങളൊരു മോണിറ്ററിൽ ഒരു ചെറിയൊരു പോയിന്റ് ഇടുക അല്ലെങ്കിൽ ഒരു ബുക്കിനകത്ത് ഒരു ചെറിയൊരു പോയിന്റ് ഇടുകയാണെങ്കിൽ ആ പോയിന്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒബ്ജക്റ്റിന് പോയിന്റ് എന്നുള്ള ഒബ്ജക്റ്റിന് രണ്ട് വാല്യൂസ് ആണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കാറ്, എക്സും വൈയും വാല്യൂസ്, അതായത് കോർഡിനേറ്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ എക്സും വൈയും അതിൻ്റെ ആട്രിബ്യൂട്ട് ആണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സിനെയും ഒബ്ജക്റ്റിനൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ക്ലാസ്സിന് നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റുകളെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അതാണ് ഒരു ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിൽ ക്ലാസ് എന്നുള്ള കീവേഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സെറ്റ് ഓഫ് പോയിന്റ്സ്, നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് എന്നുള്ളത് നിങ്ങളൊരു ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ഷൻ ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോയിന്റ്സ് നിങ്ങൾക്ക് ഇടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റിന് നിങ്ങൾ ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓരോ പോയിന്റിനും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ക്ലാസ് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. ആ ക്ലാസ്സിൽ നിന്നാണ് ഓരോ പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നത്. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ പൈത്തണിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ക്ലാസ്. ദെൻ നിങ്ങൾ ക്ലാസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ദെൻ ഫുൾ കോളൻ. നിങ്ങൾ നേരത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡെഫ് എന്നുള്ള കീവേഡിന് പകരം ക്ലാസ് യൂസ് ചെയ്യും. ദെൻ ഫംഗ്ഷൻ നെയിമിന് പകരം ഇവിടെ ക്ലാസ് നെയിമാണ് യൂസ് ചെയ്യുക.
ഇതിനൊരു ഫുൾ കോളൻ. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾ ആ ക്ലാസ്സിനകത്ത് വരുന്ന ആ ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. മെയിനായിട്ട് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടി വരുമോ അതൊക്കെ ഈ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ തൽക്കാലം പാസ് എന്നുള്ള ഒരു കീവേഡാണ് കൊടുത്തത്. പാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ എഫക്റ്റ്. അതായത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അതായത് ജസ്റ്റ് സ്ട്രക്ചർ മാത്രമേ എഴുതി വെക്കുകയുള്ളൂ. പിന്നീട് നിങ്ങൾ അതിനകത്തോട്ട് കോഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് നിങ്ങൾ തൽക്കാലം ഒന്നും എഴുതാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് empty ആയിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പൈലേഷനിൽ എറർ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പിന്നീട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കോഡ് ആഡ് ചെയ്യാനുള്ള ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നോ എഫക്റ്റ്, വെറുതെ ഒന്ന് പാസ് ചെയ്യാനും വേണ്ടിയിട്ട്. തൽക്കാലം ഈ പാസ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത സ്ലൈഡിനകത്ത് നമുക്ക് ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് കോഡ് പിന്നീട് എഴുതാൻ പോകുന്നുണ്ട്. So a class definitions can appear anywhere in a program, but they are usually written after the import statements. Import statement മെയിനായിട്ടും ഒരു പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത് മൊഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടിയാണ്. നമ്മൾ നേരത്തെ മുമ്പൊരു വീഡിയോക്കകത്ത് മാത്ത് മൊഡ്യൂളിൻ്റെ കേസ് പറഞ്ഞു. അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്ത് എന്നുള്ളൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ട് മാത്ത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് താഴെയാണ് നിങ്ങൾ നോർമലി ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ എഴുതുക. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ നമ്മൾ ക്ലാസ് എന്നുള്ളൊരു പോയിന്റ് എന്നുള്ളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ആ പോയിന്റ് എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, അതിനുശേഷം ക്ലാസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ദെൻ പാരാന്തസിസ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു യൂസിങ് ദ ക്ലാസ് പോയിന്റ്. തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് നമ്മൾ പോയിന്റ് എന്നുള്ള ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അവിടെ ആ ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒബ്ജക്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് ഇൻസ്റ്റൻസ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് ഇൻസ്റ്റൻസ്. അപ്പോൾ നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഒരു കേസിന് നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അതിനകത്ത് ഒബ്ജക്റ്റിന് ആട്രിബ്യൂട്ട്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിന്റ് എന്നുള്ളൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാങ്ക് എന്നുള്ളൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന് മെയിനായിട്ടും രണ്ട് കോർഡിനേറ്റ്സ് വേണം, എക്സും വൈയും കോർഡിനേറ്റ്സ് വേണം, വാല്യൂസ് വേണം. നമ്മളിവിടെ വാല്യൂസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. വാല്യൂസ് സെറ്റ് ചെയ്യുന്നത് അടുത്ത സ്ലൈഡിനകത്ത് പറയാം. ഇപ്പോൾ നോർമലി ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് യൂസ് ചെയ്യും, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്ലാങ്ക് എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബ്ലാങ്ക് എന്നുള്ള ഒബ്ജക്റ്റിന് രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യണം. നോർമലി ഒരു പോയിന്റിന് രണ്ട് വാല്യൂസ് ആണ് വരിക, അതായത് എക്സും വൈയും കോർഡിനേറ്റ് വാല്യൂസ്. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് അതിൻ്റെ എക്സ് വാല്യൂ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഒബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ദെൻ ഡോട്ട് നൊട്ടേഷൻ അല്ലെങ്കിൽ ഡോട്ട് സിമ്പിൾ യൂസ് ചെയ്യുക, ദെൻ എന്താണോ ആട്രിബ്യൂട്ട് ആ ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കുക. സോ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ആട്രിബ്യൂട്ട് ഈക്വൽ ടു എന്താണോ കറസ്പോണ്ടിങ് വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എംപ്ലോയി എന്നുള്ള ഒബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇ എന്നുള്ളൊരു എംപ്ലോയിയുടെ പേരാണെങ്കിൽ, ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, എംപ്ലോയി എന്നുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇ ഡോട്ട് നെയിം ഈക്വൽ ടു ഞങ്ങൾക്കൊരു അരുണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പേര് കൊടുക്കാം. അതുപോലെ ഇ ഡോട്ട് ഏജ് ഈക്വൽ ടു, അതുപോലെ ഇ ഡോട്ട് സാലറി ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ഡോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ടത് ഒബ്ജക്റ്റിൻ്റെ പേരാണ്, റൈറ്റ് സൈഡിൽ കൊടുക്കേണ്ടത് ആ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട് ആണ്. ദെൻ ഈക്വൽ ടു ഇട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ അത് അസൈൻ ചെയ്യാം. അതുപോലെ തന്നെ വൈ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഒരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ പേര് ബ്ലാങ്ക് എന്നാണ്. അതിന് രണ്ട് ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, എക്സും വൈയും, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ആണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂസ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രിന്റ് ബ്ലാങ്ക് ഡോട്ട് വൈ, അതായത് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ആട്രിബ്യൂട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വാല്യൂ വേറൊരു വേരിയബിളിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു ബ്ലാങ്ക് ഡോട്ട് എക്സ്. അപ്പോൾ ഇവിടെ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആട്രിബ്യൂട്ട് ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വേരിയബിൾ ആണ്. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിനകത്ത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ മുമ്പ് നമ്മൾ പഠിച്ച പോലെ തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഡെഫ് കീവേഡ് യൂസ് ചെയ്യും, ദെൻ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് പി എന്നുള്ള ഒരു വേരിയബിളൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പി എന്താണെന്നുള്ളത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പാസ് ചെയ്യും.
അതാണ് ഇൻസ്റ്റൻസസ് ആസ് ആർഗ്യുമെന്റ്സ് എന്ന് പറയാൻ കാരണം. അതായത് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്, നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട് പ്രിന്റ് പോയിന്റ്, ദെൻ ബ്ലാങ്ക് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റാണ് പീനകത്തോട്ട് അസൈൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഇതൊരു ടപ്പിൾ ഫോർമാറ്റിൽ, അതായത് സാധാരണ നിങ്ങൾ എക്സ് വൈ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യാൻ ഒരു സിംഗിൾ പാരാന്തീസിസിനുള്ളിലാണ് എക്സ് വൈ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഒരു മോഡലിൽ പ്രിന്റ് ചെയ്യിച്ചാണ് ഈ കാണിച്ചുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതായത് പാരാന്തീസിസ് ഉണ്ട്, അതോടുകൂടെ പി ഡോട്ട് എക്സ് എന്നുള്ള വാല്യൂ കോൺകാറ്റിനേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം പി ഡോട്ട് എക്സ് നമ്മൾ തൊട്ട് മുമ്പ് സ്ലൈഡിനകത്ത് 3.0 ആണ് കൊടുത്തിട്ടുള്ളത്, പ്ലസ് കോമ, അതായത് ഈ കോമ ഇതിനോട് കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യണം. ദെൻ അഗെയിൻ പ്ലസ് എസ് ടി ആർ ഓഫ് വൈ. ഇപ്പോൾ എസ് ടി ആർ ഫംഗ്ഷൻ ചെയ്യാൻ ഒരു സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഒരു വേരിയബിളിനെ, ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിട്ടുള്ള വേരിയബിളിനെ സ്ട്രിങ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എസ് ടി ആർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. നമുക്ക് ക്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ചെറിയൊരു എക്സാമ്പിൾ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈൻ പൈത്തൺ ഇൻ്റർപ്രറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ പൈത്തൺ ഇൻ്റർപ്രറ്റർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങളൊന്ന് ഓൺലൈൻ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലിങ്ക് കിട്ടും. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ക്ലാസിൻ്റെ പേര് തൽക്കാലം നമുക്ക് പോയിന്റ് തന്നെ കൊടുക്കാം. നമ്മൾ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പോയിന്റ് എന്ന പേരുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനകത്ത് നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ആ പോയിന്റിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിന്റ് പോയിന്റ് എന്നുള്ളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ റിസീവ് ചെയ്യാം തൽക്കാലം. ഇനി അതിൻ്റെ ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ്, അതായത് പ്രിന്റ് പോയിന്റ് ഫംഗ്ഷന് ചെയ്യുക അതിൻ്റെ എക്സ് വാല്യൂ വൈ വാല്യൂ, അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ളതാണ്. സോ പ്രിന്റ് എക്സ് കോർഡിനേറ്റ് ഈസ് കോമ പി ഡോട്ട് എക്സ്. അതേപോലെ തന്നെ വൈ കോർഡിനേറ്റും പ്രിന്റ് ചെയ്യാം. പ്രിന്റ് വൈ കോർഡിനേറ്റ് ഈസ് കോമ പി ഡോട്ട് വൈ. ഇത്ര ആയി കഴിഞ്ഞാൽ ക്ലാസിൻ്റെ ഡെഫിനിഷനായി. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിന് പുറത്ത് വന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. തൽക്കാലം നമുക്ക് ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. തൽക്കാലം P1 എന്ന് കൊടുക്കാം. P1 ഈക്വൽ ടു പോയിന്റ് ഓഫ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ P1 എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് ക്ലാസ് നെയിം ആണിത്, ദെൻ ഒബ്ജക്റ്റിൻ്റെ പേര്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു ഒബ്ജക്റ്റിനെ കൂടി ക്രിയേറ്റ് ചെയ്യാം. P2 ഈക്വൽ ടു, രണ്ട് പോയിന്റ് ഒബ്ജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. P2 ഈക്വൽ ടു പോയിന്റ് ഓഫ്. ഇപ്പോൾ ഒരു രണ്ട് പോയിന്റ് ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് P1നും P2നും എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ, അതായത് എക്സ് വൈ കോർഡിനേറ്റ് വാല്യൂസ് കൊടുക്കണം. സോ P1 ഡോട്ട് എക്സ് ഈക്വൽ ടു നമുക്കൊരു 10 കൊടുക്കാം. P1 ഡോട്ട് വൈ ഈക്വൽ ടു നമുക്ക് 20 കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ P2 ഡോട്ട് എക്സ് ഈക്വൽ ടു 5 കൊടുക്കാം. P2 ഡോട്ട് വൈ ഈക്വൽ ടു 3 കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പോയിന്റ് ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ആ രണ്ട് പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. P1 ഡോട്ട്, ഇപ്പോൾ നിങ്ങൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. P1 ഡോട്ട്, ദെൻ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, പ്രിന്റ് പോയിന്റ് ഓഫ്. പ്രിന്റ് പോയിന്റ് ഓഫ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. ഇതേപോലെ തന്നെ P2ൻ്റെ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്യാം. P2 ഡോട്ട് പ്രിന്റ് പോയിന്റ് ഓഫ്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. എക്സ് കോർഡിനേറ്റ് ഈസ് 10, വൈ കോർഡിനേറ്റ് ഈസ് 20, എക്സ് കോർഡിനേറ്റ് ഈസ് 5, വൈ കോർഡിനേറ്റ് ഈസ് 3. അതായത് രണ്ട് പോയിന്റിൻ്റെയും എക്സ് വൈ വാല്യൂസ് പ്രിന്റ് ചെയ്തു. ഇനി നമുക്കിതൊരു ടപ്പിൾ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യണമെന്ന് കരുതുക. അതായത് നമ്മൾ സ്ലൈഡിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സാധാരണ എക്സ് വൈ കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ് ഫംഗ്ഷനിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ് പ്രിന്റ് ചെയ്യണം. അതോടുകൂടെ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. അതായത് നമുക്ക് വരേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ 10,20 ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ബ്രാക്കറ്റ് നമ്മൾ ഡബിൾ കോട്ടിൽ കൊടുത്തു. പിന്നെ വരേണ്ടത് ആ എക്സ് വാല്യൂ ആണ് വരേണ്ടത്. അപ്പോൾ അത് ഇതിനോട് കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യണം. അപ്പോൾ കോൺകാറ്റിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നിങ്ങൾ സ്ട്രിങ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ STR ഓഫ് P ഡോട്ട് എക്സ്, അതായത് ഇവിടുന്ന് P1 ഡോട്ട് പ്രിന്റ് പോയിന്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് ആർഗ്യുമെൻ്റ് ആയിട്ട് P ആണ്, അതായത് ഏത് ഒബ്ജക്റ്റ് ആണോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരിക. സോ P ഡോട്ട് എക്സ്,
സോ ഇൻ ദിസ് കേസ് ഫസ്റ്റ് കേസിൽ P1 ഡോട്ട് എക്സ് ആയിട്ട് മാറും അത്. ദെൻ അതോടുകൂടെ നമുക്ക് എന്താ വേണ്ട, ഒരു കോമ പ്രിൻ്റ് ചെയ്യിക്കണം. സോ ഡബിൾ കോട്ടിൽ ഒരു കോമ കൊടുക്കുക. ദെൻ അതിൻ്റെ കൂടെ 20 എന്നുള്ള വാല്യൂ വരണം. 20 എന്നുള്ള വാല്യൂ വരണം. അപ്പോൾ കോമ കഴിഞ്ഞ ഒരു സ്പേസ് വേണമെങ്കിൽ കൊടുക്കാം. പ്ലസ് STR ഓഫ് P ഡോട്ട് വൈ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അഗെയിൻ പ്ലസ് ഡബിൾ കോട്ടിൽ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത് തൽക്കാലം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ആ ഒരു ടപ്പിൾ ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്യിക്കാനുള്ള മെത്തേഡ്. നമുക്കൊന്ന് പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഒരു മെസ്സേജ് വേണമെങ്കിൽ തൽക്കാലം ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. പ്രിൻ്റ് പോയിൻ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത ലൈനിൽ പ്രിൻ്റ് .2 ഇന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ .1 10,20 .2 5,3. അപ്പോൾ ഇതാണ് ഒരു സാമ്പിൾ പ്രോഗ്രാം. ഇവിടെ നമ്മൾ ചെയ്തത് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. ദെൻ ആ ക്ലാസ് യൂസ് ചെയ്തിട്ട് 2 ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റുകൾക്ക് വാല്യൂസ് അസൈൻ ചെയ്തു. ദെൻ ആ ഒബ്ജക്റ്റ് ഫംഗ്ഷൻസ് കോൾ ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ദെൻ ആ മെത്തേഡിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. നമുക്ക് തിരിച്ച് സ്ലൈഡിലോട്ട് തന്നെ പോകാം. ദെൻ ഒബ്ജക്റ്റിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് സെയിംനെസ്. സെയിംനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിക്ഷണറിയുടെ കേസിൽ ഏലിയാസിങ് ആൻഡ് കോപ്പിയിങ് പറഞ്ഞു. അതേ കൺസെപ്റ്റിനെയാണ് ഇവിടെ പറയുന്നത് സെയിംനെസ് എന്ന് പറഞ്ഞാൽ. ദ ഐഡിയ ഓഫ് സെയിംനെസ് ഈസ് ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ്. അതായത് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. സെയിം ഒബ്ജക്റ്റിനെയാണോ അല്ലേ എന്നുള്ളത് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ, if 2 points are the same, does that mean they contain the same data, otherwise coordinates, or that they are actually the same object? അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് if 2 points are the same, 2 പോയിന്റ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കേസിൽ ആ 2 പോയിന്റ് സെയിം ആണെന്ന് പറയാം. ഒന്നുകിൽ അവിടെ ആ സെയിം പോയിന്റ്, ആ പോയിന്റിന്റെ ഒരു എക്സാക്ട് റെപ്ലിക്ക വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഈ സെക്കൻഡ് കേസിൽ നമുക്ക് 2 പോയിന്റ് ഉണ്ട്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. പക്ഷെ അവിടെ രണ്ടിനും ഡിഫറെൻറ്റ് കോർഡിനേറ്റ് വാല്യൂ അല്ലെങ്കിൽ സെയിം കോർഡിനേറ്റ് വാല്യൂസ് ആണ്. അതായത് 2 പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ആ 2 പോയിന്റ് ഒബ്ജക്റ്റിനും സെയിം കോർഡിനേറ്റ് വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് 2 പോയിന്റ്സ് ആർ സെയിം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫോർ എക്സാമ്പിൾ P1 ഈക്വൽ ടു പോയിന്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എന്നുള്ള ക്ലാസിന്റെ പേരാണ്. ഇതിനെ ഒരു പാരാന്തസിസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. സോ P1 എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ P1 എന്നുള്ള ഒബ്ജക്റ്റിന് എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തു. സോ P1 ഡോട്ട് എക്സ് ഈക്വൽ ടു 3, P1 ഡോട്ട് വൈ ഈക്വൽ ടു 4. അതായത് P1 എന്നുള്ള ഒബ്ജക്റ്റിന്റെ എക്സ് വാല്യൂ 3 ആണ്, അതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ 4 ആണ്. അപ്പോൾ നമ്മൾ P1 എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, അതിന് 2 കോർഡിനേറ്റ് വാല്യൂസും കൊടുത്തു. ഇതേപോലെ തന്നെ P2 എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതും ഈ ഒരു സെയിം ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സ് വാല്യൂ 3 ആണ്, വൈ വാല്യൂ 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, P1 ഉം P2. ഈ 2 പോയിന്റിനും എക്സ് വൈ കോർഡിനേറ്റ് വാല്യൂസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ P1 ഈക്വൽസ് P2 ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഫാൾസ് ആണ്. കാരണം ഇത് രണ്ടും ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ആണ്, പക്ഷെ അതിന്റെ ആട്രിബ്യൂട്ട്സ് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്, ആട്രിബ്യൂട്ട്സ് അല്ല കമ്പയർ ചെയ്യുന്നത്. So if we assign P1 to P2, then the two variables are aliases of the same object. ഇനി അതല്ല നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ P2 ഈക്വൽ ടു P1 എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ്, P1 എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ഒരു റെഫറൻസ് ആണ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ P2 ഉം P1 ഉം സെയിം ആണ്. മെമ്മറിയിൽ P2 ഉം P1 ഉം സെയിം ആണ്. ഓക്കെ, സോ P1 ഈക്വൽ ടു P2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ട്രൂ ആയിരിക്കും. നേരത്തെ കേസിൽ നിങ്ങൾക്ക് കിട്ടുക ഫാൾസ് ആയിരിക്കും. അതായത് 2 ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് സെയിം ആണെങ്കിലും കൂടി ആ 2 ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഫാൾസ് ആയിരിക്കും. ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ 2 പേരിൽ അറിയപ്പെടുകയാണ്. നമ്മൾ നേരത്തെ ഡിക്ഷണറിയിൽ പഠിച്ച പോലെ തന്നെ ഏലിയാസിങ് കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു വ്യക്തിനെ 2 പേരിൽ അറിയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ 2 പേരും ഒരു വ്യക്തിയിലോട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ 2 പേര് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് ട്രൂ ആണ്, കാരണം ഒരാൾ തന്നെയാണ് അത്.
പക്ഷേ കോപ്പിയിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു റെപ്ലിക്കാണ്, എക്സാക്ട് റെപ്ലിക്കാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഫാൾസ് ആയിരിക്കും. So this type of equality is called shallow equality because it compares only the references, not the contents of the objects. അതായത് ഒബ്ജക്റ്റിനകത്തുള്ള കണ്ടൻസ്, ഒബ്ജക്റ്റിനകത്തുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ വാല്യൂസ് അല്ല കമ്പയർ ചെയ്യുന്നത്, പകരം രണ്ട് ഒബ്ജക്റ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി അതിനകത്തുള്ള എക്സും വൈയും വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡീപ്പ് ഈക്വാലിറ്റി. അപ്പോൾ ഇവിടെ ഡീപ്പ് ഈക്വാലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡീപ്പ് ഈക്വാലിറ്റി കാണിക്കാൻ വേണ്ടി ഒരു സെയിം പോയിന്റ് എന്നുള്ളൊരു ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഫംഗ്ഷൻ അതൊരു രണ്ട് ആർഗ്യുമെന്റ് ആണ് വരുന്നത്, P1 ഉം P2. സോ ഇറ്റ് റിട്ടേൺസ് ദ വാല്യൂ ആഫ്റ്റർ ദ കമ്പാരിസൺ. P1 ഡോട്ട് എക്സ് ഈക്വൽസ് P2 ഡോട്ട് എക്സ്. അതായത് ഇതിന്റെ ഈ രണ്ട് ഒബ്ജക്റ്റിനെയും എക്സ് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുക. അത് ട്രൂ ആണെങ്കിൽ, അതായത് രണ്ട് എക്സ് വാല്യൂ സെയിം ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ആൻഡ് ഈ രണ്ട് വൈ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഇതും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ കമ്പാരിസണും ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. കാരണം ഇവിടെ ആൻഡ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. So this method of comparison is called deep equality. So in this case, P1 equal to point of P1 dot x equal to 3, P1 dot y equal to 4, P2 equal to point of P2 dot x equal to 3, P2 dot y equal to 4. നമ്മൾ സെയിം പോയിന്റ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് ഡിഫൈൻ ചെയ്ത ആ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്, P1 ഉം P2 ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ എക്സ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും, ആൻഡ് ഇതിന്റെ വൈ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഈ രണ്ട് കമ്പാരിസണും, അതായത് എക്സ് വാല്യൂ സെയിം ആവണം, വൈ വാല്യൂ സെയിം ആവണം. അത് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ അത് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ, കാരണം നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കോപ്പിയിങ്ങിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിന്റെ എക്സാക്ട് റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി എന്നുള്ളൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കോപ്പി എന്നുള്ളൊരു മെത്തേഡ് പൈത്തണിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോപ്പി എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കോപ്പി എന്നുള്ള ഒരു മൊഡ്യൂൾ നിങ്ങളുടെ പ്രോഗ്രാമിനകത്തോട്ട് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ മാത്ത് മൊഡ്യൂൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇമ്പോർട്ട് കോപ്പി എന്നുള്ള ഒരു മൊഡ്യൂൾ, ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ പ്രോഗ്രാമിനകത്തോട്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന് നിങ്ങൾ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ P1 ഈക്വൽ ടു പോയിന്റ് ഓഫ്, നമ്മൾ P1 എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒബ്ജക്റ്റിന്റെ എക്സ് വൈ വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ P2 എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ദാറ്റ്സ് ഈക്വൽ ടു കോപ്പി ഡോട്ട് കോപ്പി ഓഫ് P1. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ കോപ്പി എന്നുള്ള ക്ലാസിന്റെ കോപ്പി എന്നുള്ള ഒരു മെത്തേഡാണ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്. അതായത് ഈ ഒരു കോപ്പി എന്നുള്ള മൊഡ്യൂളിനകത്ത് കോപ്പി എന്നുള്ള ഒരു ഫംഗ്ഷന് അവൈലബിൾ ആണ്. ആ ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തിന്റെ കോപ്പിയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുക. സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ P1ന്റെ എക്സാക്ട് റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ P1 ഉം P2 രണ്ടും ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആണ്. സോ P1 ഈക്വൽസ് P2, ഈ ഒരു കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഫാൾസ് ആയിരിക്കും, കാരണം ഇത് രണ്ടും ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആണ്. ഇനി അതല്ല നിങ്ങൾ സെയിം പോയിന്റ് ഓഫ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ, തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് നമ്മൾ സെയിം പോയിന്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ചെയ്തു, അങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക, കാരണം എക്സ് വൈ വാല്യൂസ് രണ്ടിന്റെയും സെയിം ആണ്. ദെൻ ഒബ്ജക്ട് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റിന് രണ്ട് ഫീച്ചേഴ്സ് ആണ് മെയിനായിട്ടും വരുന്നത്. ആ ഒബ്ജക്റ്റിന് ആട്രിബ്യൂട്ട്സും ഉണ്ടായിരിക്കും, ബിഹേവിയറും ഉണ്ടായിരിക്കും. ആട്രിബ്യൂട്ട്സിനെ നോർമലി റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ വേരിയബിൾസ്, പ്രോഗ്രാമിനകത്ത് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് എന്നുള്ള ഒബ്ജക്റ്റിന്റെ കേസിൽ എക്സും വൈയും അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റിന് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് മെത്തേഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ബിഹേവിയർ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പം നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്ലെയർ എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ, ആ പ്ലെയർ കളിക്കുന്ന ടീമിന്റെ പേരുണ്ട്, പ്ലെയറിന് ജേഴ്സി നമ്പർ ഉണ്ട്, പ്ലെയറിന് ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്ലെയറിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് വേരിയബിൾസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ P1 എന്നുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ P1 ഡോട്ട് ജേഴ്സി നമ്പർ ഈക്വൽ ടു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ അസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ P1 ഡോട്ട് ടീം നെയിം ഈക്വൽ ടു നിങ്ങൾക്ക് ഒരു നെയിം അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ആട്രിബ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പ്ലെയറിന് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബിഹേവിയർ ഉണ്ട്. ആ പ്ലെയർ എങ്ങനെ പെരുമാറുന്നു, ഗ്രൗണ്ടിൽ ആ പ്ലെയർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് മെത്തേഡ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അത് നിങ്ങൾ ഫംഗ്ഷൻ ആക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്ലെയർ ഒരു ബോൾ കിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്ലെയർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ്. അത് നിങ്ങളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലെയർ ഒരു ബോൾ കിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബോൾ മുന്നോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ആ ബോൾ എന്നുള്ള ഒബ്ജക്റ്റിനെ ഒരു ട്രാൻസിഷൻ കൊടുക്കണം. ആക്ച്വലി ഒരു ഗെയിം ആപ്ലിക്കേഷനകത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനാണ് ചെയ്യുന്നത്, ഇതിന്റെ കറസ്പോണ്ടിങ് കോഡിംഗ് ആണ് ചെയ്യുന്നത്. ആ ബോൾ എന്നുള്ള അതിന്റെ കറന്റ് പൊസിഷന് XY കോർഡിനേറ്റ് സിസ്റ്റം എന്ത് ചെയ്യണം, ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കണം.
ട്രാൻസ്ലേറ്റ് ചെയ്യിക്കണം. അപ്പോൾ ഇവിടെ കിക്ക് എന്നുള്ളത് ബോൾ കിക്ക് ചെയ്യുന്നത് പ്ലെയറിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ പ്ലെയറിൻ്റെ വേറൊരു ആക്ടിവിറ്റിയാണ് റൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്ലെയർ റൺ ചെയ്യാനും വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം നിങ്ങൾ കോഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഫംഗ്ഷൻ ആക്കിയിട്ടാണ് അല്ലെങ്കിൽ മെത്തേഡ് ആക്കിയിട്ടാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നോർമലി മെത്തേഡ്സ് എല്ലാം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്യുക. നമ്മൾ നേരത്തെ ഫംഗ്ഷൻസ് പറഞ്ഞു. ഫംഗ്ഷൻസ് നിങ്ങൾ ക്ലാസ്സിൻ്റെ പുറത്ത്, അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധാരണ ക്ലാസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നിങ്ങൾ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. ആക്ച്വലി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ മെത്തേഡ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ പോയിന്റ് എന്നുള്ള ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ സെയിം ക്ലാസ്സിനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്ലാസ് പോയിന്റ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. ദെൻ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ആർഗ്യുമെന്റ് വല്ലതുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യുക, ഇല്ലെങ്കിൽ എംറ്റി ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. ദെൻ കോളൻ. ഇനി ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് അതിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കറസ്പോണ്ടിങ് വാല്യൂസ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷനെ കറസ്പോണ്ടിങ് മെത്തേഡിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഫംഗ്ഷൻ്റെ പേര് സ്പെസിഫൈ ചെയ്യുക. ചില കേസിൽ നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ആയിട്ട് സെൽഫ് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. സെൽഫ് എന്നുള്ളത് കീവേഡ് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഒബ്ജക്റ്റ് ആണോ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് സെൽഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ദെൻ അടുത്ത ടോപ്പിക് ഇനീറ്റ് മെത്തേഡ്. ഇനീറ്റ് മെത്തേഡ് ആക്ച്വലി ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്. ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇനീറ്റ് മെത്തേഡ്. ഇവിടെ ഇനീറ്റ് മെത്തേഡ് ഇവിടെ 2 അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ പ്രിന്റിങ്ങിൽ നിങ്ങൾക്ക് ഇത് ഒരു സിംഗിൾ ലൈനായിട്ട് കാണിക്കും, പക്ഷേ ഇത് 2 അണ്ടർസ്കോർ ആണത്. ഓക്കെ, സോ അണ്ടർസ്കോർ ഇനീറ്റ്, ദെൻ അണ്ടർസ്കോർ. അപ്പോൾ ഇനീറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനീറ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് എന്തെങ്കിലും വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യണം. വെറുതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒബ്ജക്റ്റിന് എന്തെങ്കിലും വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇനീറ്റ് മെത്തേഡ്. ഇതും ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ ടൈം എന്നുള്ള ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിനകത്ത് ഇനീറ്റ് മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഡെഫ് അണ്ടർസ്കോർ ഇനീറ്റ് അണ്ടർസ്കോർ ബ്രാക്കറ്റിൽ ആ ഫംഗ്ഷൻ എന്തെല്ലാം ആർഗ്യുമെന്റ്സ് വേണോ അതെല്ലാം നിങ്ങളിങ്ങനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ സെൽഫ് എന്നുള്ളത് ബൈ ഡിഫോൾട്ട് ഏതൊരു മെത്തേഡിൻ്റെയും ഫസ്റ്റ് ആർഗ്യുമെന്റ് സെൽഫ് ആയിരിക്കും. ഓക്കെ, കോമ h = 0, m = 0, s = 0. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ആകുന്ന ഒരു മെത്തേഡാണ് ഇനീറ്റ് മെത്തേഡ്. സോ ഡെഫ് ഇനീറ്റ് സെൽഫ്. നമുക്കിവിടെ ഒരു ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ ഹവർ, മിനിറ്റ്, സെക്കൻഡ് വേണ്ടി വരും. അപ്പോൾ ഇവിടെ ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം 0 ആക്കി സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ക്ലാസ് ഡെഫിനിഷന്. ഇതിനകത്ത് 2 മെത്തേഡാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഇനീറ്റ് മെത്തേഡാണ്, അതായത് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവുന്ന മെത്തേഡ്, അതാണ് ഇനീറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ആ ടൈം ഈ ഒരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് ഡെഫിനിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഇത്രയാണ് ക്ലാസിന്റെ ഡെഫിനിഷന്. ഞാൻ അതിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുക, ഈക്വൽ ടു ഈ ക്ലാസിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. സോ t = time of 2:05:30 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ t = time of ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈന് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഈ ഇനിറ്റ് മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. അതായത് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ലൈന്. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആകുന്ന മെത്തേഡാണ് ഇനിറ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടുന്ന് എന്തെല്ലാം വാല്യൂസ് ആണോ പാസ് ചെയ്യുന്നത് അതെല്ലാം ഇവിടെ അസൈൻ ചെയ്യും. ഇവിടെ t = ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഒബ്ജക്റ്റിന്റെ പേര് t എന്നാണ്. ആ t ആണ് ഇങ്ങോട്ട് പോവുക. സോ സെൽഫ് = t ആകും. സെൽഫ് = t, അതായത് ഏത് ഒബ്ജക്റ്റ് ആണോ ഈ മെത്തേഡ് ഇൻവോക്ക് ചെയ്യുന്നത് അതാണ് ഇവിടെ സെൽഫ്. ദെൻ ടൈം ഓഫ് 2, ഫസ്റ്റ് ആർഗ്യുമെന്റ് 2 ആണ്. അപ്പോൾ ഹവർ = 2 ആകും. ദെൻ അടുത്ത ആർഗ്യുമെന്റ് 0.5 ആണ്. അത് മിനിറ്റ് = 0.5 ആകും. ദെൻ s = 30. ഇനി നിങ്ങൾ ഈ പ്രിന്റ് ടൈം എന്നുള്ള മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാണ്. സോ t.print time of
ടി ഡോട്ട് പ്രിന്റ് ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. ഇവിടുന്ന് ആർഗ്യുമെന്റ് ആയിട്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടി ഡോട്ട് പ്രിന്റ് ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ടി ആണ് ഇങ്ങോട്ട് ആർഗ്യുമെന്റ് ആയിട്ട് പോവുക. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ ടൈം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ സെൽഫ് എന്ന് കൊടുക്കാം. സെൽഫ് എന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് ഹവേഴ്സ്, സെൽഫ് ഡോട്ട് മിനിറ്റ്സ്, സെൽഫ് ഡോട്ട് സെക്കൻഡ്സ്. സോ യു വിൽ ഗെറ്റ് 2:05:30. ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ടൈം ഡോട്ട് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, അതോടുകൂടെ കോളൻ ആഡ് ചെയ്യണം. ദെൻ പ്ലസ് സ്ലാഷ് കാണിക്കുന്നത് അടുത്ത ലൈനിലാണ് അടുത്ത മിനിറ്റ് വരുന്നത്. അപ്പോൾ ഈ സെയിം ലൈനിൽ തന്നെയാണ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്ലാഷ് കൊടുത്തത്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ ലൈനിലാക്കിയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ആർഗ്യുമെന്റ്സ് ഓപ്ഷണൽ ആണ്. ഇപ്പം നേരത്തെ കേസ് നമ്മൾ 3 ആർഗ്യുമെന്റ് കൊടുത്തു. ആർഗ്യുമെന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും. അതായത് ഹവർ, മിനിറ്റ്, സെക്കൻഡ് എല്ലാം 0 വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക. അതെല്ലാം നിങ്ങൾ ഒരു ആർഗ്യുമെന്റ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതാണ് കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 2 എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ഹവറിലോട്ട് സെറ്റ് ആവും. അതല്ല 2,20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 എന്നുള്ളത് ഹവറിലോട്ട് പോകും, 20 എന്നുള്ളത് മിനിറ്റിലോട്ടും പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ 2 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 എന്നുള്ള ഹവറിലോട്ട് പോയി മിനിറ്റും സെക്കൻഡും 0 ആകും. അതല്ല ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ 9,40 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഹവർ 9 ആകും, മിനിറ്റ് 14 ആകും, സെക്കൻഡ് 0 ആകും. Or we can make assignments to a subset of the parameters by naming them explicitly. Suppose നിങ്ങൾക്ക് സെക്കൻഡ്സും ഹവേഴ്സും ആണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ടി ഈക്വൽ ടു ടൈം ഓഫ്, സെക്കൻഡ്സ് ഈക്വൽ ടു 30, ഹവേഴ്സ് ഈക്വൽ ടു 9. സോ ഇൻ ദാറ്റ് കേസ് മിനിറ്റ് ഈക്വൽ ടു 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ഇനി ഒരു കൺസ്ട്രക്ടർ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷന് പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡിനെ പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ. ഇവിടെ പൈത്തന്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനിറ്റ് എന്നുള്ള മെത്തേഡ്, അതായത് __init __. അതൊരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്. ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോക്ക് ആവുന്ന ഫംഗ്ഷനാണ് ഇനിറ്റ് മെത്തേഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനിറ്റ് എന്നുള്ളത് ഇവിടുത്തെ കൺസ്ട്രക്ടർ ആണ്. മെയിനായിട്ടും പൈത്തണിൽ 2 ടൈപ്പ് കൺസ്ട്രക്ടർ ആണ് വരുന്നത്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്, നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. ഈ 2 ടൈപ്പ് കൺസ്ട്രക്ടർ ആണ് വരുന്നത്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ആ വേർഡിനകത്ത് തന്നെ അതിന് ഡെഫിനേഷൻ ഉണ്ട്. നിങ്ങൾ ഇനിറ്റ് മെത്തേഡിനകത്തോട്ട് എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. വാല്യൂസ് ഒന്നും പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയും. ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. So in Python, the __init___ method is a constructor which is always called when an object is created. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോക്ക് ആവുന്ന മെത്തേഡാണ് ഇനിറ്റ് മെത്തേഡ്. ഇറ്റ് ആക്സെപ്റ്റ്സ് ദ സെൽഫ് കീവേഡ് ആസ് ദി ഫസ്റ്റ് ആർഗ്യുമെന്റ്. അപ്പോൾ ഇവിടെ ഇനിറ്റ് ഫസ്റ്റ് ആർഗ്യുമെന്റ് സെൽഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ ബൈ ഡിഫോൾട്ട് ഈ സെൽഫ് എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തുകൊള്ളും. ഇനി നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ലാത്ത കൺസ്ട്രക്ടറിനെ പറയുന്ന പേരാണ് നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇനിറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ കൺസ്ട്രക്ടർ. ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല, ബൈ ഡിഫോൾട്ട് സെൽഫ് ഉണ്ട്, പക്ഷെ നമ്മൾ വാല്യൂസ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ദിസ് ഈസ് കോൾഡ് നോൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. സോ ഹിയർ സ്റ്റുഡന്റ് ഈക്വൽ ടു സ്റ്റുഡന്റ് ഓഫ്, അത് ഒബ്ജക്റ്റിന്റെ പേര് ഈക്വൽ ടു സ്റ്റുഡന്റ് ഓഫ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും, പക്ഷെ വാല്യൂസ് ഒന്നും സെറ്റ് ആകില്ല. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന ദിസ് ഈസ് നോട്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്നുള്ള ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ് ചെയ്യുക ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ദെൻ സ്റ്റുഡന്റ് ഡോട്ട് ഷോ ഓഫ് ജോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ നെയിം ഈക്വൽ ടു ഇവിടെ ജോൺ അസൈൻ ചെയ്യും. ദെൻ ഹലോ ജോൺ എന്നുള്ളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എക്സാമ്പിൾ. ഇവിടെ ഒബ്ജക്റ്റിന്റെ പേര് ഈക്വൽ ടു ക്ലാസിന്റെ പേര്, ദെൻ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, ജോൺ എന്നുള്ളൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, അത് നെയിമിലോട്ട് അസൈൻ ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. പൈത്തൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇനിറ്റ് മെത്തേഡ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ നിങ്ങൾ പൈത്തൺ പ്രോഗ്രാമിനകത്ത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് പൈത്തൺ ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിന്റെ കേസിൽ നമ്മൾ ഇനിറ്റ് മെത്തേഡ് എഴുതിയിട്ടില്ല, ക്ലാസ്സിന്റെ ഡെഫിനിഷനിൽ ഇനിറ്റ് മെത്തേഡ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ st ഈക്വൽ ടു സ്റ്റുഡന്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
ആ ഒബ്ജക്റ്റിനെ റോൾ നമ്പർ 101 ആക്കും, നെയിം ജോസഫ് എന്നാക്കും എസ് ടി എന്നുള്ള ഒബ്ജക്റ്റിന്. then എസ് ടി ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂസ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ ഇനിറ്റ് മെത്തേഡ് എഴുതിയിട്ടില്ല. പക്ഷേ ഇനിറ്റ് മെത്തേഡ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈത്തൺ ഇന്റർപ്രറ്റർ ബൈ ഡിഫോൾട്ട് ഒരു ഇന്റേണലി ഒരു ഇനിറ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ എന്താണെന്ന് പറഞ്ഞു. കൺസ്ട്രക്ടർ നോർമലി യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റേണലി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒബ്ജക്റ്റിന് വേണ്ട റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസിനെല്ലാം ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുക. അതായത് മെമ്മറിയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാനുവലി പ്രോഗ്രാമിനകത്ത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് __del__del_ പരാന്തീസിസ് നിങ്ങൾ ___ ഇനിറ്റ് യൂസ് ചെയ്ത പോലെ തന്നെ. ഇനിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടറാണ്. ദെൻ DL മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസ്ട്രക്ടറാണ്. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ ഈ DL മെത്തേഡ് നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈത്തണിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഗാർബേജ് കളക്ഷൻ. അതായത് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന മെമ്മറിയിൽ കിടക്കുന്ന ഒബ്ജക്റ്റിനെ എല്ലാം പൈത്തൺ ഇന്റർപ്രറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഗാർബേജ് കളക്ഷൻ. ഇപ്പോൾ പൈത്തണിൽ ഗാർബേജ് കളക്ടർ അവൈലബിൾ ആണ്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ്ട് കിടക്കുന്ന ഒബ്ജക്റ്റിനെല്ലാം മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിലീറ്റ് മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രക്ടറിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ എംപ്ലോയി എന്നുള്ളൊരു ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് രണ്ട് മെത്തേഡാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇനിറ്റ് മെത്തേഡ്, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവുന്ന മെത്തേഡ്. അതേപോലെ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവുന്ന മെത്തേഡ്. സോ obj = എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ആക്സസർ ആൻഡ് മ്യൂട്ടേറ്റർ മെത്തേഡ്സ്. ഈ രണ്ട് മെത്തേഡ് നോർമലി യൂസ് ചെയ്യുന്നത്, ആക്സസർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയി എന്നുള്ളൊരു ഒബ്ജക്റ്റിന് നെയിം ഉണ്ട്, ഐ ഡി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഐഡിയും നെയിമും നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനകത്തോട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സസർ മെത്തേഡ് യൂസ് ചെയ്യും. അത് ആക്ച്വലി യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ മെത്തേഡ് നിങ്ങൾ എഴുതുമ്പോൾ ഗെറ്റ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മെത്തേഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതുക, ഗെറ്റ് മെത്തേഡ്. ഇതേപോലെ തന്നെ മ്യൂട്ടേറ്റർ മെത്തേഡ് ഉണ്ട്. അതായത് ആ ഒബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇതിന് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ കേസിൽ ഇവിടെ നമ്മൾ ക്ലാസ് കാർ, അതായത് കാർ എന്നുള്ളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ 3 മെത്തേഡാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനീഷ്യലൈസേഷൻ മെത്തേഡ് ഉണ്ട്, അതായത് കൺസ്ട്രക്ടർ ഉണ്ട്. ഈ കാർ എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആകുന്ന മെത്തേഡ്. അതേപോലെ തന്നെ സെറ്റ് മെത്തേഡ് ഉണ്ട്, set_make. അതായത് ഇതിന്റെ ഒരു ആട്രിബ്യൂട്ട്, കാറിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് മേക്ക്. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് മേക്ക്. അപ്പോൾ ഈ മേക്കിന് ഒരു കറസ്പോണ്ടിങ് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെറ്റ് മെത്തേഡ്, സെറ്റ് മേക്ക് ഓഫ്. അതേപോലെ തന്നെ ഗെറ്റ് മേക്ക് ഉണ്ട്, അതായത് ആ വാല്യൂ ഗെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇനി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. മൈ കാർ = കാർ ഓഫ് ഫോർഡ്. അപ്പോൾ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ടാണ് വരിക. ഇവിടെ കാർ നെയിം = ഫോർഡ് അസൈൻ ചെയ്യും, സെൽഫ് = മൈ കാർ ആവും. സോ സെൽഫ് ___ make = കാർ നെയിം. ഇവിടെ ഇതൊരു വേരിയബിൾ നെയിം ആണ്. ___ make എന്നുള്ളത് ഈ കാറിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. സോ ദാറ്റ് ആട്രിബ്യൂട്ട് = ഇവിടെ റിസീവ് ചെയ്യുന്ന കാർ നെയിം, ദാറ്റ് ഈസ് ഫോർഡ്. സോ ___ make = ഫോർഡ്. അപ്പോൾ ഫോർഡ് എന്നുള്ള ഒരു കാർ നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളത് പ്രിന്റ് ചെയ്യണം. ഇവിടെ ഒബ്ജക്ട് നെയിം .get of make. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ ഇങ്ങോട്ടാണ് വരിക. ഗെറ്റ് മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. ഗെറ്റ് മെത്തേഡ് എന്താണ്, റിട്ടേൺ self.make. എന്താണോ അതിന്റെ മേക്ക് അതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഫോർഡ് എന്നുള്ള വാല്യൂ ആണ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുക. അത് നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. സോ ഔട്ട്പുട്ട് ഫോർഡ് എന്നായിരിക്കും. ഇതേപോലെ തന്നെ സെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ പോഷെ സെറ്റ് ചെയ്യാണ്. അതായത് make = പോഷെ ആക്കുകയാണ്. make = പോഷെ. ഇനി പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ബിൽറ്റ് ഇൻ മെത്തേഡ്സ്, അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് പൈത്തണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബിൽറ്റ് ഇൻ മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഗെറ്റ് ATTR. അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ATTR മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. ദെൻ ഏത് ആട്രിബ്യൂട്ട് വാല്യൂ ആണോ നിങ്ങൾക്ക് ഗെറ്റ് ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ട് നെയിമും പറഞ്ഞു കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂ പർട്ടിക്കുലർ വാല്യൂ വെച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ set ATTR എന്നുള്ള മെത്തേഡ് അവൈലബിൾ ആണ്.
സോ സെറ്റ് എ ടി ആർ ഓബ്ജക്റ്റിന് പേര് പറഞ്ഞു കൊടുക്കുക, ദെൻ നെയിം പറഞ്ഞു കൊടുക്കുക, അതായത് ആട്രിബ്യൂട്ടിന് നെയിം പറഞ്ഞു കൊടുക്കുക, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, അതായത് ഏത് വാല്യൂ വെച്ച് സെറ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ DELATTR എന്നുള്ള മെത്തേഡ് അവൈലബിൾ ആണ്. സോ ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾ ഒബ്ജക്റ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുക, ഏത് ആട്രിബ്യൂട്ട് ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ടിന്റെ പേരും പറഞ്ഞു കൊടുക്കുക. ദെൻ ഹാസ് ATTR എന്നുള്ള മെത്തേഡ് ഉണ്ട്. ഇത് ഒന്നുകിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഉണ്ടോ ഇല്ലയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റുഡൻറ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. ഈ സ്റ്റുഡൻറ് എന്നുള്ള ക്ലാസ്സിന് ഒരു ഇനിറ്റ് മെത്തേഡ് ഉണ്ട്. സോ എസ് ഈക്വൽ ടു സ്റ്റുഡൻറ് ഓഫ് ജോൺ 10122 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എസ് എന്നുള്ളൊരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. സോ നെയിം ഈക്വൽ ടു ജോൺ, ID ഈക്വൽ ടു 101, ഏജ് ഈക്വൽ ടു 22. അതായത് ഈ എസ് എന്നുള്ള ഒബ്ജക്റ്റിന് 3 ആട്രിബ്യൂട്ട് ആണുള്ളത്, നെയിം, ID, ഏജ്. അപ്പോൾ ആ 3 വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഗെറ്റ് ATTR മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു എസ് എന്നുള്ള ഒബ്ജക്റ്റിന്റെ നെയിം ആട്രിബ്യൂട്ട് പ്രിന്റ് ചെയ്യിക്കുകയാണ്. അതാണ് ഈ ഒരു ലൈൻ ചെയ്തിട്ടുള്ളത്. ഗെറ്റ് ATTR ഓഫ് എസ്, നെയിം. അതായത് എസ് എന്നുള്ള ഒബ്ജക്റ്റിന്റെ പേരാണ്, നെയിം എന്നുള്ളത് ആട്രിബ്യൂട്ടിന്റെ പേരാണ്. ഇനി ഒരു പുതിയൊരു വാല്യൂ വെച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ATTR ഓഫ് എസ്, ഏജ്, 23. അതായത് ഈ ഒബ്ജക്റ്റിന് അതിന്റെ കറസ്പോണ്ടിങ് ഏജ് ഈക്വൽ ടു 23 ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്രിന്റ് ദ മോഡിഫൈഡ് വാല്യൂ ഓഫ് ഏജ്. ഇപ്പോൾ തൊട്ടുമുമ്പത്തെ സ്ലൈഡിനകത്ത് നമ്മൾ പുതിയൊരു ഏജ് സെറ്റ് ചെയ്തു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്ത മെത്തേഡാണ് ഗെറ്റ് ATTR ഓഫ് എസ്, ഏജ്. പിന്നെ അടുത്തത് ഹാസ് ATTR മെത്തേഡ്. അപ്പോൾ ഇതൊന്നെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതായത് ഈ എസ് എന്നുള്ള ഒബ്ജക്റ്റിന് ID എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഈ ഫംഗ്ഷൻ ചെയ്യുക ഈ എസ് എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഏജ് ആട്രിബ്യൂട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഇനിറ്റ് മെത്തേഡ് അഥവാ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടും അതുപോലെ ക്ലാസ്സിനകത്ത് കുറച്ച് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാർ എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കാർ ക്ലാസ്സിൻ്റെ ഒരു രണ്ട് കാർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് ആ കാറിൻ്റെ ആക്ടിവിറ്റി ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. സോ ക്ലാസ് കാർ എന്നുള്ളൊരു ക്ലാസ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്ലാസ്സിൻ്റെ പേര് തൽക്കാലം നമുക്ക് കാർ തന്നെ കൊടുക്കാം. ഇനി ഇതിനുള്ളിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇനിറ്റ് എന്നുള്ളൊരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ആ ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. __init ___ ഇത് ഇതുപോലെ തന്നെ കൊടുക്കണം. ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് തൽക്കാലം കാറിന് 3 ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇനിറ്റ് മെത്തേഡിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എന്തായാലും സെൽഫ് എന്നുള്ള ആർഗ്യുമെൻ്റ് ആയിരിക്കും. അതായത് ഏത് ഒബ്ജക്റ്റ് ആണോ ഈ മെത്തേഡിനെ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് സെൽഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം കാറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാറിൻ്റെ മോഡൽ സ്റ്റോർ ചെയ്യാം, അതുപോലെ ഇയർ ഓഫ് മാനുഫാക്ചർ സ്റ്റോർ ചെയ്യാം, ദെൻ കാറിന് പ്രൈസ് കൊടുക്കാം. ഈ 3 ഡീറ്റെയിൽസ് തൽക്കാലം ഈ 3 ഡീറ്റെയിൽസ് മാത്രം സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇനി ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നത് ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 3 വാല്യൂസ് നിങ്ങൾ അവിടുന്ന് പാസ് ചെയ്തിരിക്കണം. അപ്പോൾ ആ പാസ് ചെയ്യുന്ന വാല്യൂ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിന് അസൈൻ ചെയ്യണം. സോ സെൽഫ് ഡോട്ട് മോഡൽ ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂ എന്താണോ അത് അസൈൻ ചെയ്യാം, M. അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് ഇയർ ഓഫ് മാനുഫാക്ചർ ഈക്വൽ ടു ഇയർ നമുക്ക് തൽക്കാലം ഇയർ എന്ന് കൊടുക്കാം ആട്രിബ്യൂട്ടിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. സോ സെൽഫ് ഡോട്ട് ഇയർ ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂ ഇയർ ഓഫ് മാനുഫാക്ചർ വാല്യൂ. അതുപോലെ തന്നെ സെൽഫ് ഡോട്ട് പ്രൈസ്, ആ കാർ എന്നുള്ള ഒബ്ജക്റ്റിന് പ്രൈസ് വേണം, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ റിസീവ് ചെയ്യുന്ന പ്രൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോക്ക് ആവും. ഇനി നമുക്ക് വേണ്ടത് ഈ കാറിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യാം. സോ ഡിഫ് പ്രിൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് സെൽഫ് എന്നുള്ള വേരിയബിൾ കൊടുക്കാം. നമുക്ക് ഓരോ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് മോഡൽ ഈക്വൽ ടു മോഡൽ എന്താണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാം, സെൽഫ് ഡോട്ട് മോഡൽ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രിൻറ്റ് ചെയ്യിക്കണം. ഇയർ ഈക്വൽ ടു സെൽഫ് ഡോട്ട് ഇയർ, ദെൻ പ്രൈസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് പ്രൈസ്. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ
ആ കാർ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ, അതായത് ഏത് ഒബ്ജക്റ്റാണോ ഇത് വിളിക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രിൻ്റ് ആവുക. ഇനി നമുക്ക് വേണ്ടത് ഈ കാറിനൊന്ന് മുന്നോട്ട് മൂവ് ചെയ്യിക്കണം. അപ്പോൾ അതിനുള്ള ഫംഗ്ഷൻ എഴുതാം. സോ മൂവ് ഫോർവേഡ് ഓഫ് സെൽഫ്, അതായത് ഒരു പർട്ടിക്കുലർ കാർ ഒബ്ജക്റ്റിനെ മുന്നോട്ട് മൂവ് ചെയ്യിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ സാധാരണ ഒരു ഗെയിം ആപ്ലിക്കേഷനൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ആ കാറിനെ മുന്നോട്ട് മൂവ് ചെയ്യിക്കാനുള്ള കോഡാണ് എഴുതേണ്ടത്. അതായത് ഗ്രാഫിക്കലി നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ഒരു ഗ്രാഫിക്കലി നിങ്ങൾ കാർ ഒബ്ജക്റ്റിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ആ കാറിനെ മൂവ് ചെയ്യിക്കാൻ കാറിനെ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ ചെയ്യിക്കണം. അതായത് ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലോട്ട് മൂവ് ചെയ്യിക്കണം. തൽക്കാലം നമുക്ക് അതിനെ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നില്ല, പകരം നമുക്ക് ജസ്റ്റ് ഒരു പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് കാർ ഈസ് മൂവിങ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. കാർ ഈസ് മൂവിങ് ഫോർവേഡ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാറാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം അത് ഏത് കാറാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. സെൽഫ് ഡോട്ട് മോഡൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഡൽ നമ്മൾ മാരുതിയാണ് കൊടുക്കുന്നതെങ്കിൽ മാരുതി ഈസ് മൂവിങ് എന്ന് പറഞ്ഞിട്ട് മാരുതി ഈസ് മൂവിങ് ഫോർവേഡ് വന്നോളും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആ കാറിനെ റൈറ്റിലോട്ട് ടേൺ ചെയ്യിക്കാം. സോ ടേൺ റൈറ്റ് എന്നുള്ളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ആർഗ്യുമെൻ്റ് ആയിട്ട് സെൽഫ് എന്നുള്ള വേരിയബിൾ കൊടുക്കാം, കീവേഡ് കൊടുക്കാം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കാറിനെ നമുക്ക് റൈറ്റിലോട്ട് ടേൺ ചെയ്യിക്കേണ്ട കോഡാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ഇവിടെ തൽക്കാലം നമ്മൾ ജസ്റ്റ് മെസ്സേജ് ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. സോ ഈസ് ടേണിങ് റൈറ്റ് ഇങ്ങനെ കൊടുക്കാം. ഇതേപോലെ തന്നെ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യിക്കാനുള്ള കോഡ് എഴുതേണ്ടി വരും. സോ ഡിഫൈൻ ടേൺ ലെഫ്റ്റ്. സോ സെൽഫ് ഡോട്ട് മോഡൽ ഈസ് ടേണിങ് ലെഫ്റ്റ്. ഇത്രയായി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻസ് ആയി. ഇനി നമുക്ക് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. കാർ എന്നുള്ള ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് C1 ഈക്വൽ ടു കാർ ഓഫ് ആർഗ്യുമെൻ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ C1 എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഇനിറ്റ് മെത്തേഡാണ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇനിറ്റ് മെത്തേഡ് ഇവിടെ 3 ആർഗ്യുമെൻറ്റ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വണ്ണ് C1 എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ 3 ആർഗ്യുമെൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. സോ C1 ഈക്വൽ ടു കാർ ഓഫ്, ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് മോഡലാണ്. മോഡൽ തൽക്കാലം നമുക്ക് മാരുതി എന്ന് കൊടുക്കാം. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഇയർ ഓഫ് മാനുഫാക്ചർ ആണ്, തൽക്കാലം 2015 എന്ന് കൊടുക്കാം. തേർഡ് ആർഗ്യുമെൻറ്റ് പ്രൈസ് ആണ്, 3 lakh കൊടുക്കാം. 3 lakh. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒബ്ജക്റ്റ് C2 ഈക്വൽ ടു, നമുക്ക് മോഡലിൻ്റെ പേര് ഫോർഡ് എന്ന് കൊടുക്കാം. ഫോർഡ് 2018 മോഡൽ, പ്രൈസ് 6 lakh കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യണം. നമുക്ക് C1ൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. C1 ഡോട്ട് പ്രിൻ്റ് ഡീറ്റെയിൽസ് ഓഫ് സെൽഫ്. ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ ആർഗ്യുമെൻ്റ് ഒന്നും റിസീവ് ചെയ്യുന്നില്ല. പ്രിൻ്റ് ഡീറ്റെയിൽസിന് ആർഗ്യുമെൻ്റ് ഒന്നും റിസീവ് ചെയ്യുന്നില്ല. സോ C1 ഡോട്ട് പ്രിൻ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് ഇൻവോക്ക് ആവുക. അവിടെ ആ C1 എന്നുള്ള കാറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻ്റ് ആവും. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ മോഡൽ മാരുതി, ഇയർ 2015, പ്രൈസ് 3 lakh. അത് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് C1നെ എന്ത് ചെയ്യാം? C1നെ ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്യിക്കാം. സോ മൂവ് ഫോർവേഡ്. C1 ഡോട്ട് മൂവ് ഫോർവേഡ്. സോ മാരുതി ഈസ് മൂവിങ് ഫോർവേഡ്. C1നെ നമുക്കൊന്ന് റൈറ്റിലോട്ട് ടേൺ ചെയ്ത് നോക്കാം. C1 ഡോട്ട് ടേൺ റൈറ്റ് ഓഫ്. മാരുതി ഈസ് ടേണിങ് റൈറ്റ്. ഓക്കെ, അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതേപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. C2 ഡോട്ട് പ്രിൻ്റ് ഡീറ്റെയിൽസ് തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല, അത് ആ ഡീറ്റെയിൽസ് പ്രിൻ്റ് ആവും. ഫോർഡ്, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം പ്രിൻ്റ് ആകും. നമുക്ക് C2നെ എന്ത് ചെയ്യാം? ടേൺ ലെഫ്റ്റ് കൊടുക്കാം. ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യിച്ചു. C2നെ മുന്നോട്ടൊന്ന് മൂവ് ചെയ്യിക്കാം. മൂവ് ഫോർവേഡ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ മോഡൽ മാരുതി, ഇത് മാരുതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻ്റ് ചെയ്തു. മാരുതി ഈസ് മൂവിങ് ഫോർവേഡ്, മാരുതി ഈസ് ടേണിങ് റൈറ്റ്, ഫോർഡ് ഈസ് ടേണിങ് ലെഫ്റ്റ്, ഫോർഡ് ഈസ് മൂവിങ് ഫോർവേഡ്. അങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇതിനെ കോൾ ചെയ്യാം, മെത്തേഡിനെ കോൾ ചെയ്യാം. അപ്പോൾ ഇതാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഇൻ്റർഫേസ് പോലുള്ള ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്.
അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് റിയൽ വേൾഡിലുള്ള കാര്യങ്ങൾ അതേപോലെ കമ്പ്യൂട്ടറിനകത്തോട്ട് സിമുലേറ്റ് ചെയ്യാനാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുക. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി വരുന്ന വീഡിയോയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.